ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ പുതിയതായി വന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കേട്ടോ. ഇപ്പോൾ രാത്രി ഏകദേശം 11:45 അപ്ഡേറ്റ് അത്രമാത്രം വലിയൊരു അപ്ഡേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയാണ്ട്, ഇനി തൊട്ട് എല്ലാ വീഡിയോകളും നമ്മൾ വലിയ എഡിറ്റിങ്ങോ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ചോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റുകൾ നിങ്ങളെ എത്തിക്കാൻ പറ്റുമോ ആ രീതിയിലായിരിക്കും ഇനി തൊട്ടുള്ള അപ്ഡേറ്റുകൾ. അപ്പോൾ ആ രണ്ട് കാര്യത്തിൽ ലൈറ്റ് ഇഷ്യൂസും ബാക്ക്ഗ്രൗണ്ട് ഇഷ്യൂസും ഇനി നിങ്ങൾ വലിയ രീതിയിൽ എടുക്കരുത്. പക്ഷേ അപ്ഡേറ്റ് എപ്പോഴും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആയിരിക്കും തരാൻ പോകുന്നത്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അതായത് 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയും ഓപ്പോസിഷൻ ലീഡറായ രാഹുൽ ഗാന്ധിയും കൂടെ ഡീറ്റെയിൽ ഡിസ്കഷൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നു. രണ്ടാമത്തത് അജിത് ഡോവലുമായിട്ട് ഇവർ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞിരിക്കുന്നു. മൂന്നാമത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഹോം മിനിസ്ട്രീൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് ഒരു യുദ്ധസമയം വരികയാണെങ്കിൽ അതായത് നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിൽ മെയ് 7 ഏറ്റവും വലിയൊരു ഡ്രില്ല് നടത്താൻ പോവുകയാണ്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല, ചില സംസ്ഥാനങ്ങളെ ചൂസ് ചെയ്തിട്ടാണ്. അതായത് അറ്റാക്കുകൾ എവിടെയെല്ലാം ഉണ്ടാകും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് കണക്ക് അനുസരിച്ചായിരിക്കും അവിടെയൊക്കെ ആയിരിക്കും ഈ ഡ്രില്ല് നടത്താൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രില്ലിൽ 5 കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് സൈറനുകൾ. അപ്പോൾ ഈ സൈറനുകളെല്ലാം തന്നെ നമ്മൾ ഈ കൂടുതലും ന്യൂസിലെല്ലാം കേട്ടിട്ടുണ്ടാവുള്ളൂ. അതായത് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലെല്ലാം നിങ്ങൾ കേട്ട് കാണും, അതായത് അവിടെ സൈറൻ അടിക്കുന്നു ഇവിടെ സൈറൻ അടിക്കുന്നു എന്ന്. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾക്കെല്ലാം തന്നെ ഇത് കൃത്യമായിട്ട് അവർക്ക് വാർ അവയർനെസ് ഉണ്ട്. അതായത് ഒരു യുദ്ധം വരികയാണെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന്. പക്ഷേ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഒരു യുദ്ധം വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചിലപ്പോൾ അത് വീഡിയോ എടുക്കാൻ വരെ നിൽക്കുന്നവരുണ്ടാവും. കാരണം നമുക്ക് അവയർനെസ് ഇല്ല. കാരണം നമ്മുടെ രാജ്യം ഒരു യുദ്ധത്തിലോട്ട് പോയിട്ട് വർഷങ്ങളായി. അതുപോലെ തന്നെ ആ ഒരു സമയത്തുണ്ടായിരുന്ന ആൾക്കാർ പലരും ഇന്നില്ല. അപ്പോൾ യുദ്ധം എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. ഇവർക്ക് വേണ്ടി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് ഈ 5 കാര്യങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് കുട്ടികളും സിവിലിയൻസും എങ്ങനെ ബിഹേവ് ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരിൽ എങ്ങനെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നമ്മുടെ ജീവൻ രക്ഷിക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ ഡ്രിൽ നടത്താൻ പോകുന്നത്. മൂന്നാമത് വന്നിട്ട് ബ്ലാക്ക് ഔട്ടാണ്. ഈ ബ്ലാക്ക് ഔട്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശത്രു ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ ലൈറ്റ്സ് ഓഫ് ആക്കി വരും. കാരണം ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ആകാശത്തൂടെ പോകുന്ന അതായത് വലിയ വലിയ വിമാനങ്ങളിലുള്ള പൈലറ്റ്സിനൊന്നും തന്നെ എവിടെയാണ് ടാർഗറ്റ് എന്ന് പലപ്പോഴും കണ്ടറിയാൻ പറ്റില്ല. അതായത് കൂടുതൽ ജനങ്ങളുള്ള സ്ഥലങ്ങളാണ് അവർ അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ അത്രയും അടി ദൂരത്തുനിന്ന് അവർക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായ ടാർഗറ്റുകൾ അവിടെ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴും ഇതും ഈ ഒരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 4ാമത്തെ എന്താ വെച്ചാൽ അതായത് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അറ്റാക്ക് വരികയെന്ന് വെച്ചാൽ കുറേയധികം ഇമ്പോർട്ടൻറ്റ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം തന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ജനങ്ങൾക്ക് മാത്രമല്ല ഇത് എല്ലാവർക്കും കൂടെയുള്ള ഒരു കോമൺ ഡ്രില്ലാണ് നടത്താൻ പോകുന്നത്. സെക്യൂരിറ്റി പേഴ്സൺസ്, പോലീസ്, അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്കും കൂടെ ചേർന്നുകൊണ്ടാണ് ഈ ഡ്രില്ല് നടത്താൻ പോകുന്നത്. ഇനി അവസാനത്താണ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. അതായത് ബോംബ് ഡ്രോപ്പ് ചെയ്തു, സൈറൻ ഇതാക്കി, അതുപോലെ തന്നെ എല്ലാ സിഗ്നലുകളും കിട്ടി, ലൈറ്റ്സ് ഡ്രോപ്പ് ചെയ്തു, ഇതെല്ലാം കൊണ്ട് മതിയോ? പക്ഷേ പോരാ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനങ്ങളുടെ ജീവൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്യാം. രണ്ടാമത്തത് അതായത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്യും എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടുമ്പോൾ അവിടുന്ന് എത്രയും പെട്ടെന്ന് ജനങ്ങളെ ഇവാക്യുവേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തോട്ട് എത്തുക. ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും അത് ചില സ്ഥലങ്ങൾ വിടാൻ തന്നെ മടിക്കുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതായത് അതൊരു അവയർനെസ് ഇല്ലാത്ത സമയമാണ്. പല യുദ്ധ സമയങ്ങളിലും അങ്ങനെ കാണാറുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനല്ല, യുദ്ധം വരുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു സ്ഥലത്ത് നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ജീവന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ മെയ് 7 നടത്തിയിരിക്കുന്നത്. അപ്പോൾ സംതിങ് ബിഗ് ഈസ് കമ്മിങ് എന്നുള്ളത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഈ ഒരു കാര്യം ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലുമില്ല. അതായത് കുറച്ച് സ്ഥലങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് അതിലാണ് ഇപ്പോൾ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനൊരു ന്യൂസ് വന്നു, അതുകൊണ്ട് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടും ഒന്നും നോക്കാതെ ഇനി തൊട്ട് ഏത് സമയത്ത് ഏറ്റവും വലിയ അപ്ഡേറ്റ് വരുന്നു ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കും. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വലിയ ഇഷ്യൂ ആയി എടുക്കരുത്.